മിസ്റ്റർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഹേയ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാ. ഈ അവതാര പുരുഷൻ എവിടുന്നാണെന്നും അവതാര ലക്ഷ്യം എന്താണെന്നും ഒന്ന് അറിയണ്ടായോ? ഏതാടാ നീ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? അയ്യോ അറിയത്തില്ലായോ? അരമനയിലെ മെത്രാനച്ഛനാ. ദാ ഒറ്റ കീറ് വെച്ചെന്നാലുണ്ടല്ലോ. മാറ മിസ്റ്റർ നിക്കടാ അവിടെ. രാവിലെ തന്നെ 3 കാരൻ സ്പ്രേയും മേത്തടിച്ചോണ്ട് കണ്ട പെങ്കൊച്ചുങ്ങളുടെ പിന്നാലെ നിരങ്ങിയാലുണ്ടല്ലോ, അടിച്ചതിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ പൊട്ടിക്കും. ചുമ്മാ പേടിപ്പിക്കാതെ മിസ്റ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പിന്നാലെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ. അതിന് നിങ്ങളല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും ഞാൻ വകവയ്ക്കില്ല. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. ഓ നാട് റോഡി വണ്ടി ഇട്ടു കൊച്ചു വർത്തനം പറയുന്നതാ. സാർ ഞാൻ വരുന്ന വഴികൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നതാ. ഏതാടാ നീ? ഞാൻ ടോണി, പാലക്കൽ കുര്യാക്കോസിന്റെ മോനാ. ഓ അത് ശരി. അപ്പൊ ആ പാവം നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട് ജനിച്ച സന്താനമാണല്ലോ. നിന്നെ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. നിർത്താ, നീ വണ്ടി എടുത്ത് പോക്കോ. താങ്ക് യു സാർ. നിക്കടേ അവിടെ. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ല. എങ്ങോട്ടാടാ ഈ പീസിനെ കെട്ടിയെടുത്തോണ്ട്? സാർ എന്താടോ? അത് കുട്ടപ്പായിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാ. പൊയ്ക്കോ പൊയ്ക്കോ, നീ കേറ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കണോ വഴക്കുണ്ടാക്കാൻ? അന്നേരം പോലീസ് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. ഇവിടെ നിന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നത് കാണാമല്ലോ. എടാ തേവക്കാട്ട് ആകെയുള്ള ഒരു പെൺതരിയ ഞങ്ങളുടെ റാണിമോള്. അവളുടെ മേത്തൊരു നിഴല് വീഴാൻ പോലും സമ്മതിക്കാലായി കുട്ടപ്പായി. അയ്യോ കുട്ടപ്പായി ചാനായിരുന്നോ? ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി, നമുക്ക് അകത്തോട്ടിരിക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും അല്ല. കുര്യാക്കോസിച്ചായന്റെ മോനായോണ്ട് മാത്രം അന്നേരം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കാഞ്ഞത്. ഒന്നുമില്ലാലും ആ മനുഷ്യനെ ഓർക്കണമല്ലോ. ഈ വിവരം നിന്റെ അപ്പനോട് പറയാനും കൂടിയാ ഞാനിപ്പോ വന്നേ. വിളിക്കടാ നിന്റെ അപ്പനെ. അല്ല കുഞ്ഞു എത്തിയോ? പിള്ളച്ചേട്ടനിവിടെ അകത്തുണ്ട്. അപ്പനും ഇച്ചായനും. ടോണി മോൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞപ്പോ അവന്റെ ആഗ്രഹം ഇട്ട് കൂടിപ്പോയെന്ന സംശയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്നതാ അവനൊരു കുറവ്? വിദേശത്ത് പോയി പഠിപ്പ് സമ്പാദിച്ച വേറെ ആരുണ്ട് നമ്മുടെ ഈ നാട്ടില്? പിന്നെ പാലക്കൽ തറവാട് പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമല്ലല്ലോ. ആ എന്നതാടാ പെട്ടെന്ന് ഇങ്ങോട്ട്? അവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? പ്രശ്നം അവിടെ അല്ല ഇവിടെ അല്ലായോ? അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു?